പോകുന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. വേറെ എവിടെയില്ല, നമുക്ക് ബാങ്ക്, കോടതി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ വരെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ടോണർ, പിന്നെ നമ്മുടെ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹൈ ആണ് ഒരു 3 days ആയിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ഫേസിലും യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ സൺസ്ക്രീനും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ അതിനെ ഫുള്ള് ഞാൻ എൻ്റെ ആത്മാവിനെ വരാൻ പുറത്തെടുക്കുന്നത്. കാരണം നമ്മൾ മലയാളിയിടാം. അപ്പോൾ മലയാളീസ് എല്ലാം ഇങ്ങനെ തന്നെയാണ്. കാരണം ഇത്രയും പൈസയുടെ സംഭവങ്ങളൊക്കെ നമ്മൾ വെറുതെ കളയില്ല. അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ മുറിച്ചെടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് അങ്ങനെ സൺസ്ക്രീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നാളേക്ക് കൂടെ ഉള്ളതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ ജസ്റ്റ് വെറുതെ എഴുതിയിട്ട് പിന്നെ അതിൽ തന്നെയുള്ള ഒരു കോംബോ വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് സെറ്റാക്കി കൊടുക്കുക ചെയ്യാറ് ഐബ്രോട്ടെ. പിന്നെ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ന്യൂഡിനേക്കാൾ, കാരണം ന്യൂഡ് എനിക്ക് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ തരുന്നത് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. ഒരു ഓറഞ്ചൊക്കെ ഷെയ്ഡ് പോലത്തെയാണ്. പിന്നെ ന്യൂഡ് കളറ് ലിപ് ലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ലിപ് കോംബോ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലിപ് കോംബോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. ഞാനപ്പോൾ അതിൻ്റെ ഏതാ ഷെയ്ഡ് ലിപ്സ്റ്റിക്കും പിന്നെ ലിപ് ലൈനറിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ഹെയർ ഞാൻ ജസ്റ്റ് വെറുതെ കോംബ് ചെയ്തിടാന്ന് വിചാരിച്ചേ. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ആക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഭംഗി തോന്നി. അപ്പോൾ നമ്മളിങ്ങനെ തന്നെയാണ് ഹെയർ കെട്ടി കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു കമ്മലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ എല്ലാ വീഡിയോസിലും കാണുന്നൊരു കമ്മലാണ് കേട്ടോ. നോർമലായിട്ട് ഞാൻ സ്റ്റുഡിയോ ഒന്ന് മേടിച്ചൊരു കമ്മലാണ്. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കണ്ണൊന്നും കുറച്ച് ദിവസമായിട്ട് എഴുതുന്നില്ല. കെയറൊക്കെ കഴിഞ്ഞു. കാരണം പുറത്ത് പോകുമ്പോൾ നമ്മളിങ്ങനെ ഫൗണ്ടേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാറില്ല. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ എനിക്കൊരു ലെറ്ററും പിന്നെ കുട്ടീനെ വീഡിയോ കോളും ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മേയ എന്നാണ് കുട്ടിയുടെ പേര് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം അതിന്. കൺഗ്രാറ്റ്സ് ചേച്ചി ഫോർ യുവർ 1K സബ്സ്ക്രൈബേഴ്സ്. ചേച്ചിയുടെ വീഡിയോസ് ഞാൻ എപ്പോഴും കാണും, അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ കുട്ടി സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് തരുന്നത്. അപ്പോൾ കുട്ടിക്ക് എൻ്റെ ഒരുപാട് നന്ദി. അപ്പോൾ അമ്മയെ നമ്മുടെ ആ നോട്ട് പാഡ് ചേച്ചിയുടെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എന്തെങ്കിലും എത്തിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇനിയും കാണാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബൈ.